സിജോയുടെ ഔട്ടാകലിനെ കുറിച്ച് അൺഫെയർ ആയിട്ടുള്ള ഒരു വിഷനായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് വീണ്ടും ഈ അൺഫെയർ എന്നുള്ള ടേമിൻ്റെ ഒരു സംഗതി എന്തുകൊണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല. ഞാൻ വീണ്ടും അത് ചോദിക്കാം, വാട്ട് ഈസ് അൺഫെയർ എന്നുള്ളത്. കാരണം ഈ ഷോയിൽ എന്താണെങ്കിലും ഡെഫിനറ്റ്ലി അവർക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് കാണും ഒരാളെ എവിക്റ്റ് ചെയ്യുന്നതായിട്ട്. ഒരു അൺഫെയർ പുറത്ത് ഒരാൾ പറയുമ്പോൾ വൈകുന്നൊരു സംഗതി ഉണ്ടാവും. എക്സ്പ്ലനേഷൻ എനിക്ക് പറഞ്ഞു തന്നാൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. കാരണം ഞാൻ കളിച്ചിറങ്ങിയ ഒരാളായതുകൊണ്ട് എനിക്ക് ബെറ്ററായിട്ട് അത് പറയാൻ പറ്റും. ഫെയർ അൺഫെയർ എന്നുള്ളത് എന്താണ് അവർ പറയുന്നത്. പക്ഷെ എനിക്കത് ഇങ്ങനെ ഈ അൺഫെയർ തിങ്ങൊന്നുമല്ല. നമ്മൾ എവിക്റ്റ് ആകുമ്പോൾ എവിക്റ്റായി അത്രയും. ഫെയർ അൺഫെയർ എന്നുള്ള സാധനം അങ്ങനെയില്ല. ഇത് സിജോയുടെ വിഷൻ ലാലേട്ടൻ പോലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു റിയാക്ഷൻ ആയിരുന്നു ഇന്നലെ ലാലേട്ടൻ കൊടുത്തത്. ലാലേട്ടൻ്റെ സ്നേഹമാണ്. എക്സ്പെക്ട് ചെയ്തില്ല. ലാലേട്ടൻ അറിയാതിരിക്കുന്നു. ഒബിയസ്ലി ആ ഷോയുടെ ഹോസ്റ്റാണ്. അങ്ങേരെ അറിയാതെ എന്താണെങ്കിലും ഇല്ല. അറ്റ്ലീസ്റ്റ് ആ എപ്പിസോഡിൻ്റെ ടൈമിലിങ്ങനെ അങ്ങേരെ അറിയുമോ. ലാലേട്ടന് ആ വ്യക്തിയോടുള്ളൊരു സ്നേഹമാണ്. ആ വ്യക്തി കടന്നു പോയ ആ ഒരു സ്ട്രഗിൾ ലാലേട്ടൻ സ്നേഹമായിട്ട് ലാലേട്ടൻ ഇതിന് മുമ്പ് സിജോനെ കുറിച്ച് സംസാരിച്ചതാണ്. സോ ആ ഒരു റെസ്പെക്റ്റാണ് സിജോ എന്ന് പറഞ്ഞ ഒരു പ്ലെയറിനോടുള്ള റെസ്പെക്ട്. അതാണ് ലാലേട്ടൻ അവിടെ നിൽക്കാൻ യോഗ്യത ഇല്ല എന്ന് തോന്നുന്ന ആരെങ്കിലും ഇപ്പോൾ തോന്നുന്നു. അങ്ങനെയുള്ള ആരും അവിടെ നിൽക്കില്ല. യോഗ്യത ഇല്ലെങ്കിൽ അപ്പം തന്നെ പോരുക ഉറപ്പാണ്. യോഗ്യത ഇല്ലാത്ത ആരും കടിച്ചു പിടിച്ച് ബിഗ് ബോസിനകത്ത് ഞാൻ പുറത്തേക്ക് പറയുമ്പോഴും പണ്ട് പറയാറുണ്ട് നിൽക്കാൻ എന്തൊരു യോഗ്യത അങ്ങനെയൊന്നുമില്ല. നിൽക്കുന്നുണ്ടോ യോഗ്യത ഉണ്ടോന്നടെ എന്താ വോട്ടാണ്. ജനങ്ങളുടെ വോട്ടാണ് യോഗ്യത. കിട്ടുന്നതുകൊണ്ട് അവരവിടെ നിൽക്കുന്നത്. പുറത്തിരുന്ന് കാണുന്ന പോലെയല്ല കളി അകത്തല്ലേ നമ്മൾ പോകുമ്പോൾ. പുറത്തിരുന്ന കളി കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കും. ഞാനെടുത്തൊരു കോൾ എന്നുള്ള ഡെഫിനറ്റ്ലി വേറെ ആളുകൾക്ക് നീ തോന്നില്ല. ഞാൻ ചെയ്തൊരു എനിക്ക് എൻ്റെ സ്വന്തം ആവശ്യമായിരുന്നു. സെൽഫ് അങ്ങനെ വിളിക്കാം. സെൽഫ് സാറ്റിസ്ഫൈ ഞാൻ അത്ര ചെയ്തത് അഫ്കോഴ്സ് ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല. പുറത്തുള്ള പോലെയല്ല അകത്ത്. അത് ഡെഫിനറ്റ്ലി അങ്ങനെയാണ്. പുറത്തിരുന്ന് കാണുന്ന പോലെയല്ല. കാരണം കുറേ കാര്യത്തിൽ നമ്മൾ കടന്നു ഫുഡ് അഡ്ജസ്റ്റ് ചെയ്യണം. ലൈറ്റ് സ്ലീപ്പ് കുറച്ച് പാടുള്ള പരിപാടിയില്ല. സിജോ ഔട്ടാകാൻ നിങ്ങളുടെ ഈ 3 പേരുടെ കോംബോ കാരണമായിട്ടുണ്ടോ? നെഗറ്റീവ് ആയിട്ടുണ്ടോ? ആ 3 കോംബോ കാരണമാണല്ലോ ബിഗ് ബോസിൽ ആൾക്കാർ വോട്ട് ചെയ്യാതിരുന്നത്. അമ്പത്തരം പറയുന്നതിന് അതിലില്ലെന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, പുറത്തൊരു സംസാര വിഷയം ആളുകൾക്ക് എന്തും സംസാരിക്കുക. ഒന്നാമത്തെ കാര്യം തമിഴ് സിനിമകളിൽ വരുന്ന പാസം, തങ്കച്ചി പാസം കാണില്ല കാര്യം. ഈ സംഗതി ആരും കാണാറില്ല. സ്വന്തം അനിയത്തി എനിക്ക് തമ്മിലൊരു സ്വന്തം അനിയത്തി. ഞാനിപ്പോൾ ഇത് ഫേക്കായിട്ട് കാണിച്ചു റിയലായിട്ട് കാണിച്ചു എന്ന് തന്നെ മീറ്റർ സ്കെയിൽ എടുത്തിട്ട് വേറെ ആൾക്ക് അളക്കാൻ പറ്റും? ഇല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നി അത് അവരുടെ ഇഷ്ടം. അവർക്ക് തോന്നി അവർ പറയും ഈ കാരണം കൊണ്ട് ഇത് സംഭവിച്ചു, എല്ലാ കാരണം കൊണ്ട് ഇത് സംഭവിച്ചു. കോൺസ്പിറസീസ് ആണ്. ഇപ്പോൾ എനിക്കും പറയാൻ പറ്റും, പുറത്തുനിന്ന് ആർക്കും പറയാൻ പറ്റും. ഇപ്പോൾ അവിടെ ഉന്നയിച്ച ഒരു കാര്യമാണ് 5 ലക്ഷത്തിൻ്റെ ആവശ്യം. ജിൻ്റെ ഉൾപ്പെടെ ഉന്നയിച്ച കാര്യമാണ് 5 ലക്ഷത്തിൻ്റെ ദാരിദ്ര്യം സഹായിക്കില്ലെന്ന്. അതിനോട് ഉള്ള ഒരു ഉത്തരം എന്തായിരിക്കും? ഞാൻ അവിടെ പറഞ്ഞാണല്ലോ, എനിക്ക് 5 ആണെങ്കിലും 50 ആണെങ്കിലും 5 രൂപ കൊണ്ട് വെച്ചാലും എടുക്കും. പറയുന്ന കേസാണ്. പിന്നെ അപ് ടു ദം അവരുടെ തോട്ട് പ്രോസസ് അവർക്ക് വേണം. സായിയുടെ ഗെയിം എന്ന് പറയുമ്പോൾ പിന്നീട് ഒരു പടപ്പെട്ടി അവിടെ വെക്കരുത് എന്നൊരു ആഗ്രഹത്തോടെ എടുത്താണ്. അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ക്രിയേറ്റേഴ്സിന് തോന്നുന്നതാണ് വേറെ വെക്കണം എന്ന് അവർ വെക്കും. അതിൻ്റെ ഒരിക്കലും പറയാൻ പറ്റില്ല. 20 ലക്ഷം വരെ വെച്ചേക്കാന്ന് ലാലേട്ടൻ ലക്ഷം പറഞ്ഞത് ലാലേട്ടൻ വന്നു. ഞങ്ങൾക്ക് ആ ഗെയിം പണപ്പെട്ട് വരുന്ന സമയത്ത് 20 ലക്ഷം ഒന്നുമില്ല. പണപ്പെട്ട് വരും. ഇപ്പോൾ 5 ലാഖ് എടുത്തതിൽ ഒരു നിരാശയുണ്ടോ? അവിടെ ഒരു നിരാശ ഋഷി ഉൾപ്പെടെ ഉള്ളവർ ഒരു ചാൻസ് കൊടുത്തില്ല എന്ന് പറയാം. ചാൻസ് കൊടുക്കുന്നത് പറയണം. അവിടെ സംസാരിക്കുന്നുണ്ട്. അന്ന് രാവിലെ അല്ല പണപ്പെട്ടി ആദ്യമായിട്ട് കേൾക്കുന്നതും പറയുന്നത്. അവിടെ ആഴ്ചകളായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സ്വന്തമായിട്ടൊരു ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ അതെനിക്കറിയില്ല. ഋഷിയുടെ കേസിൽ ഋഷിക്ക് സ്വന്തമായിട്ടൊരു ക്ലാരിറ്റി ഇല്ല. പണപ്പെട്ടിയുടെ കേസിൽ അഭിഷേക് പോയി ചോദിക്കുമ്പോൾ മാത്രമാണ് ഋഷിക്ക് അത് ഓണാവുന്നത്. ആ സമയത്ത് എനിക്ക് കപ്പടിക്കണം എന്ന് പറയുന്ന വിഷയം സ്വന്തമായിട്ടൊരു ക്ലാരിറ്റി ഉണ്ട്. ക്ലാരിറ്റി ഇല്ലാത്ത ഒരാൾക്ക് എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും ഗെയിമിൻ്റെ ഭാഗം തന്നെയാണ്. ഞാൻ എൻ്റെ ജേർണിയിൽ അച്ചീവ് ചെയ്യേണ്ട കാര്യം അച്ചീവ് ചെയ്ത് 100% വിശ്വസിക്കും. ബ്രോ സാറ്റിസ്ഫൈഡ് ആണ് സാറ്റിസ്ഫൈഡ് ഗെയിമിൽ. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇരുന്നോട് കപ്പടിക്കുന്ന കാര്യം കപ്പടിക്കുന്നു. ഞാൻ മാറി ഐ ഡോണ്ട് കെയർ. എനിക്ക് അവിടെ കപ്പടിച്ചിറങ്ങിയ ഫീലാണ്. സിജോയെ സേഫ് ആക്കാൻ വേണ്ടിയാണ് പണപ്പെട്ടി എടുത്തിറങ്ങിയത്. നന്ദൻ ഔട്ടായ പുറകെയാണല്ലോ സായി ഔട്ടായത്. അപ്പോൾ സിജോയെ നിങ്ങൾ 3 പേര് സിജോയെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് പണപ്പെട്ടി എടുത്ത് ഇറങ്ങിയത്. ഞാൻ അറിഞ്ഞ സിജോ സേഫ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജസ്റ്റ് അങ്ങനെ ഒരു ഗെയിം തോന്നി. നിങ്ങൾ ട്രയാങ്കിൾ കളിയായിരുന്നല്ലോ 3 പേര് ചേർന്നത്. അത് ഞാനിപ്പോൾ പണപ്പെട്ടിട്ട് ഇറങ്ങിയെന്ന് വെച്ചു. സിജോനെ സേഫ് ആക്കണോ വേണ്ടെന്നുള്ള ജനങ്ങൾ വരുന്നത്. ഞാൻ അറിഞ്ഞതുകൊണ്ട് ജനങ്ങൾ സേഫ് ആക്കുന്നുണ്ട്. അല്ല, പുറത്ത് അങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നു. സായി സേഫ് ആക്കാൻ വേണ്ടി സിജോ എവിക്റ്റായി. അപ്പോൾ അതിൽ വിഷമമുണ്ടോ? നിങ്ങൾ വിചാരിച്ച വ്യക്തിയായാലും അല്ലെങ്കിൽ എന്തായാലും എനിക്കൊരു
വിഷയമുള്ള കേസ്. പിന്നെ സിജോ എവിക്റ്റ് ആവുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ വ്യക്തി പോകുന്നത് കൊണ്ടാണ്, പോകുന്നത് കൊണ്ടാണല്ല, സാധനമാണ്.